വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് എത്ര മനോഹരമാണ്, എന്ത് മനോഹരം! ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ എത്ര മനോഹരമായ കാര്യങ്ങളുണ്ടെന്ന് യൂട്യൂബിലും മറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. നല്ല ഖുർആൻ, നല്ല റെസൈറ്റേഷൻ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ. എന്ത് മനോഹരം! ചെറിയ ചെറുപ്പക്കാര് കുട്ടികളുണ്ട്, നല്ല ചെറുപ്പക്കാർ. എന്ത് മനോഹരമായ ഖിറാഅത്ത്! കൊച്ചു കുട്ടികൾ ഓതുന്നത് കേൾ, എന്ത് രസമാണ് അത് കേൾക്കുമ്പോൾ. ഒരു സിനിമാ പാട്ടും കേൾക്കണ്ട, പിന്നെ ഒരു മ്യൂസിക്കും വേണ്ട, ഒരു പാട്ടും പിന്നെ കേൾക്കാൻ തോന്നൂല. ഖുർആനിന്റെ മധുരം അറിഞ്ഞ ഈ ഖുർആൻ ഓതാത്തവർക്കാണ് ഈ പാട്ടിനോട് വല്ലാത്തൊരു അഭിനിവേശം കൂടുതൽ വരിക. എന്തേ? അവര് ഖുർആൻ കേൾക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യാത്തവരാണ്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് വേണം. അതാണ് ഈ പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറയുന്നത്. ഖുർആൻ അതിന് പകരമാണ് എന്നല്ല, അതിലേറെയാണ്. ആകാശ ലോകങ്ങളിലേക്ക് പിടിക്കാനുള്ള കയറാണത്രേ വിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ പാരായണം മുഅ്മിനേ, നമ്മൾ എത്രയോ നമ്മുടെ പാരായണങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ കലാം ആദ്യത്തേതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ കലാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ വിർദുകളും മറ്റു എല്ലാ സംഗതികളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ്. ഖുർആൻ ഓതുന്നവർക്കത് സാക്ഷിയാണ്. സൂറത്തുൽ ബഖറയും ആല ഇംറാനും നിങ്ങൾ ഓതേണമേ. ഫഇന്നഹുമാ തഅതിയാനിക ഗയായതൈനി, രണ്ട് മഹാമേഘപടലങ്ങൾ പോലെ ഖിയാമത്തിന്റെ ചൂടിൽ സൂറത്തുൽ ബഖറയും ആല ഇംറാനും വന്ന് തണൽ വിരിച്ചു കൊടുക്കും, അത് ഓതിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി. ഖബറിൽ കിടക്കുമ്പോൾ അദാബ് വരുമ്പോൾ ഖുർആൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണിത്, എന്നെയും കൊണ്ട് നിന്ന് നിസ്കരിച്ച ആളാണിത്, അല്ലാഹുവേ തുടരുത്. ഖുർആൻ സാക്ഷിയാണ്, ഹുജ്ജത്താണ്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ വഖാല റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഒരു നേരമുണ്ട്, റബ്ബേ എന്റെ ആളുകൾക്ക് വായിക്കാൻ ഖുർആൻ അല്ലാത്ത എല്ലാം അവർ വായിക്കുന്നുണ്ട്, ഖുർആൻ അവർ ഓതുന്നില്ല റബ്ബേ, അവർ ഖുർആൻ ഓതിയില്ല എന്ന് പുണ്യനബി റബ്ബിനോട് പരാതി പറയുമ്പോൾ അത് നമ്മെക്കുറിച്ചായി പോകരുത്. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. റമളാൻ വരുമ്പോഴേ എടുത്തു നോക്കുന്നുള്ളൂ, അതുവരെ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടത്. മഹ്ജൂർ, പൊടി പിടിച്ച് കിടക്കുകയാണ്, തുറന്നു നോക്കാൻ ആളില്ല. വാട്സപ്പ് മുഴുവൻ നോക്കും, ഫേസ്ബുക്ക് മുഴുവൻ വായിക്കും, ഇൻസ്റ്റാഗ്രാമും നോക്കും, പിന്നെന്താ നോക്കാനുള്ളത്? ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങും. യൂട്യൂബിൽ കയറിയ പിന്നെ ഇറങ്ങിപ്പോരാൻ നേരം കിട്ടുമോ? ഇങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ കലാം മറന്നു പോവല്ലേ. ഇത് നമുക്കൊരു ഉപദേശകനാണ്, ഇതൊരു ഉപദേശകനാണ്. ഹിയദ്ദുന്യാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി ഫലാ യഗ്റുറുകും മിന്നി ബിതിസാമു ഫഖൗലി മുൽഹികുൻ വൽ ഫിഅലു മുബ്കി. നമ്മുടെ മുമ്പിലുള്ള സംഗതികളെ നമ്മളെ ഏറ്റവും കൂടുതൽ ബിസിയാക്കുന്ന ഒരു പക്ഷേ പത്രമായിരിക്കാം, അത് ഓൺലൈൻ ഓഫ്ലൈൻ പത്രങ്ങൾ ഒക്കെ, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മുടെ വാട്സപ്പ് സംഭവങ്ങൾ, അതുപോലെ ട്വിറ്റർ. ഇങ്ങനെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ അതിന്റെ പിന്നാലെയാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, വാഴ്ച കേൾക്കാനും ഖുർആൻ കേൾക്കാനും നല്ലത് കാണാനും, ഇതൊന്നും കുഴപ്പമില്ലേ. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വണ്ടർഫുൾ, ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഏറിയ കൂറും തിന്മയുടെ വഴിയിൽ ഇങ്ങനെ വലിക്കാൻ വേണ്ടാന്ന് വിചാരിച്ച ഒരാൾ, ഞാൻ ഇനി ഹറാമ് നോക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളുടെ മുമ്പിലേക്ക് ഒരു പിക്ചർ വരുമ്പോഴേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ കയറിപ്പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹിയദ്ദുന്യാ തഖൂലു ബിമിൽഇ ഫീഹാ. ഇതാണ് ലോകം. ഈ ലോകം അതിന്റെ വായ നിറയെ വായ കൊണ്ട് പറയുന്നു, ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. എന്നെ പേടിച്ചോ, എന്നെ പേടിച്ചോ. നിന്റെ മൊബൈൽ ഫോണുകൾ, നിന്റെ ഗാഡ്ജറ്റുകൾ, നിന്റെ കയ്യിലുള്ള നെറ്റ്വർക്ക്, നിനക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനും നിന്റെ അക്കൗണ്ട്, ഇതൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവാം ഇത് ആനന്ദമാണ്, ഇത് ലോകത്തിന്റെ അനിവാര്യതയാണ്, ആയിരിക്കാം ആവശ്യത്തിന്റെ തോതനുസരിച്ച്. എന്നാൽ അതിൽ കാര്യങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ മിൻ ബത്ശി വഫത്കി, നിന്നെ ഞാൻ പിച്ചി ചീന്തും എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്.
സോഷ്യൽ മീഡിയ വിളിച്ചു പറയുന്നുണ്ട്. എത്രയോ ഖുർആൻ ഓതിയിരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ വന്നത് നമ്മൾ ഇങ്ങനെ ബിസി ആയപ്പോഴല്ലേ. അതല്ലേ ഞാൻ നിങ്ങളെ പിച്ച് ചീന്തും കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ച്, സുന്നത്തുകൾ നിസ്കരിച്ച്, റവാത്തിബ് നിസ്കരിച്ച്, ദിക്റുകൾ ഓതി നോക്കണേ. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹും. എത്രയാണ് ഇതിന്റെ പ്രതിഫലം നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടുത്തല്ലേ. നിസ്കാരം കഴിഞ്ഞ് ഒരായത്തുൽ കുർസി ഓതിയാൽ, ആ ആയത്തുൽ കുർസി ഫർളിന്റെ പിന്നാലെ ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കുന്നതിനിടയിലുള്ള തടസ്സം മരണം മാത്രമാണത്രേ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ്. ഫർള് നിസ്കാരത്തിന്റെ പിറകിൽ ഒരായത്തുൽ കുർസി ഓതുന്നത്. നമുക്ക് സമയമുണ്ടോ? എഴുന്നേറ്റ് ഓടല്ലേ? ഓടാൻ. ഓടിയിട്ട് എന്താ ചെയ്യാനുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ അവിടുന്ന് എണീറ്റ് ഓടാ. എന്തേ? മുസല്ലയിൽ ഇരിക്കാൻ ഇബ്ലീസ് വിടൂല. വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാം. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വലിയ ഉഷാറിൽ പോകണ എമർജൻസി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ഇവിടെ അവിടെ ഇരുന്ന് സിസർ വിളിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. വന്നതോ ലേറ്റായിട്ട് ആഖിറിൽ വരും, എണീറ്റ് പോവുകയും ചെയ്യും. എന്നിട്ട് കാര്യമായിട്ട് ഒന്ന് അവിടെ ഇരുന്ന് ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞൂടെ? ചെയ്യൂല, മടിയാണ്. എന്തേന്നറിയോ? ദുനിയാവിന്റെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം വിളിച്ചു പറയുന്നുണ്ടത്രേ, എന്റെ പുഞ്ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിരിയും തമാശയും ഫിലിമുകളും വീഡിയോസും ഇത് കണ്ടിട്ട് നിങ്ങൾ നന്മയെ കുറിച്ചല്ല പറയുന്നത്, അനാവശ്യങ്ങളും തിന്മകളും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിശുദ്ധമായ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ അല്ലാഹു കാത്തുരക്ഷിച്ചു തരട്ടെ.